ആദർശ്, ഈ അനാമികയുടെ രണ്ടാം വിവാഹമാണ് ഇപ്പൊ അനിയുമായിട്ട് നടക്കാനിരിക്കുന്നത്. എടാ, രണ്ടാം വിവാഹം? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറ. എടാ ആദർശ്, ഈ വിവാഹം വേണ്ടടാ. നിങ്ങൾ അവരെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ടില്ല. അതാണ് ശരിക്കും സത്യം. നവീൻ, നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടവരാ. ഞാൻ അനിയുടെ ഒരാഗ്രഹത്തിനും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. അവന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടം. അവനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മറ്റൊന്നും നോക്കിയില്ല. മുത്തശ്ശനും മറ്റേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കല്യാണം പെട്ടെന്നാക്കുകയായിരുന്നു. അതിനിടയിൽ അവളെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ആദർശിന്റെ സുഹൃത്ത് നവീൻ പറയുന്നുണ്ട്, എന്തായാലും അനന്തപുരിക്കാർക്ക് ഇങ്ങനൊരു ചതി പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നവീൻ, എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ വിവാഹം മുന്നിൽ നിന്ന് അങ്ങ് നടത്തി കൊടുക്കുക. മുത്തശ്ശന്റെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയിട്ട് നീ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന നിന്റെ അനിയനെ എറിഞ്ഞു കൊടുക്കാൻ പോവാണോ നീ? എടാ ആദർശേ, അവൾക്കും അവളുടെ പാരന്റ്സിനും വേണ്ടത് അനന്തപുരിയിലെ സ്വത്താണ്. അതിന്മേലായിരിക്കും അവരുടെ കണ്ണ്. ഇതൊക്കെ അവളുടെ അച്ഛന്റെ കളികളായിരിക്കും. അങ്ങേര് പഠിച്ച കള്ളനാ. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. അയാളെ തലയിലെ വിവരമല്ല കളിമണ്ണ. എടാ നവീനെ, ഞാനിതിങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും. ഒരുവിധ ആളുകളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. ഈ കല്യാണം കൂടി ഇങ്ങനെ ആയ മുത്തശ്ശൻ അത് താങ്ങാൻ പറ്റില്ല. അത് പിന്നെ മുത്തശ്ശന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ നന്നായിട്ട് ബാധിക്കും. എടാ, മുത്തശ്ശന്റെ ഹെൽത്ത് ഇഷ്യൂസും മുന്നോട്ട് ജീവിക്കാനുള്ള നിന്റെ അനിയന്റെ ജീവിതവും നീ മനസ്സിൽ കാണണം. എന്നിട്ടൊരു തീരുമാനം എടുക്ക്. എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു. തൽക്കാലം നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. നമ്മൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ അത് സംസാരിക്കുന്നില്ല. എന്തായാലും നീ അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് എന്നെ എന്തായാലും അറിയിക്കണം. പിന്നെ മുത്തശ്ശനോട് എങ്ങനെ പറയുന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. നീ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ മൂർത്തി മുത്തശ്ശന്റെ അടുത്തെത്തൂ. അനിയെ രക്ഷിക്കാൻ ഞാൻ ഇതെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്ന് ശരിയടാ, നമുക്ക് പിന്നെ കാണാം. ഇതും പറഞ്ഞ് നവീൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്. ആദർശ് ഇനി നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നല്ല ത്രില്ലായിട്ടുള്ള എപ്പിസോഡാണ് നടക്കുന്നത്. ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗായ്സ്.